എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? വേറെ എന്തൊക്കെയാണ്? എല്ലാവരും കമൻസ് നിറയെ ചെയ്യൂ കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷം. പലരുടെ അടുത്തും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരെ ആയി എനിക്ക്. പലരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ആയി. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ തുടർന്ന് തരണം. ഓക്കെ. എന്താണ് ഇന്നത്തെ റീഡിങ്? നമുക്ക് കറണ്ട് എനർജി ആൻഡ് കറണ്ട് തോട്ട്സ് രണ്ടും നോക്കാം. ഇത് കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കേട്ടോ. ഇത് അവരുടെ കറണ്ട് തോട്ട്സ്. ഓക്കെ. എനർജിയും തോട്ട്സും നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ടില്ല അതിന് മുന്നേ. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ വേറെ എന്താണ്? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും അത് ന്യൂട്രലായിട്ട് മാത്രം കാണുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. വെറുതെ ടെൻഷൻ അടിക്കരുത്, അതാണ് പറഞ്ഞു വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അതേപോലെ ഇന്നലെ ഞാൻ ഷോർട്സ് ഒക്കെ എടുത്ത സമയത്തുണ്ടല്ലോ, ഇന്നലെ ഞാൻ ലോങ് വീഡിയോ ഇട്ടില്ലായിരുന്നു. ഷോർട്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്യാൻഡിൽ കത്തിക്കാറുണ്ട്. അത് ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കത്തിക്കുന്ന ക്യാൻഡിലാണ്. ഓക്കെ. അത് സ്ട്രോങ് പോസിറ്റീവ് ഇൻറ്റൻഷൻസോടുകൂടി കത്തിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അത് ഞാൻ ഫുള്ളായിട്ട് കത്താൻ സമ്മതിക്കും. ഈവൻ റെക്കോർഡിംഗ് ഇല്ലെങ്കിലും അത് ഫുള്ളായിട്ട് കത്തി തീരും കേട്ടോ. അത് കത്തി തീർന്നപ്പോഴത്തേക്ക് ലാസ്റ്റിൽ വന്ന ആ ഒരു വാക്സിൻ്റെ ഒരു പീസ് കാണുമല്ലോ, അത് നോക്കി, ഒരു ഹാർട്ടായിരുന്നു ഇന്നലെ കിട്ടിയത്. അപ്പം ഞാനത് എടുത്തു വെച്ചു. കാരണം അത് ലവ് ബ്ലെസ്സിങ്സ് എല്ലാവർക്കും തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് കിട്ടിയത് ലാസ്റ്റിൽ ദേ ആർ കമ്മിങ് ടുവേർഡ്സ് യു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പം അതൊരു സ്ട്രോങ് മെസ്സേജ് പോലെ എനിക്ക് തോന്നി. യെസ്, ലവ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്ന്. അത് നിങ്ങൾക്കുള്ളതായിരിക്കാം. എന്ത് തന്നെ ആയാലും അത് എടുത്ത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനതെടുത്ത് ഭഗവാന്റെ കാൽക്കൽ വെച്ചു. ഓക്കെ. അപ്പോൾ ആ പോസിറ്റീവ് നോട്ടിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് ദെയർ തോട്ട്സ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇനി നിങ്ങൾ ചോദിക്കും ഞാൻ എൻ്റെ കയ്യിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നല്ല. ഞാൻ എഴുതിയിരിക്കുന്നത് 24 ആൻഡ് ഇൻഫിനിറ്റി ആണ്. ഇത് നമ്മുടെ വീനസ് മൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. എന്തിനറിയോ? അത് മാനിഫെസ്റ്റേഷൻ ഫോർ മണിയാണ്. അത് എഴുതിയാൽ പൈസ വരും എന്നാണ്. പൈസ വരാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. ആൻഡ് യു ഷുഡ് സ്പ്രേ പെർഫ്യൂം ഓൺ ഇറ്റ്. ഇതിങ്ങനെ എഴുതിയിട്ട് ഒരു 3 പ്രാവശ്യം പെർഫ്യൂം സ്പ്രേ ചെയ്യുക എൻ്റെ മേലെ. വർക്ക്സ് ലൈക്ക് മാജിക്. ഓക്കെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്. കറണ്ട് എനർജി ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ഫസ്റ്റ് കാർഡ് വീണത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്റ്റാർ, 6 ഓഫ് കപ്സ്. ഗുഡ്. ഓർക്കുന്നു നിങ്ങളെ. മജീഷ്യൻ. ഓർക്കുക മാത്രമല്ല അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാണ്. പേജ് ഓഫ് വാൻസ്. പേജിൻ്റെ കാർഡ് എനിക്ക് വരുന്ന വളരെയധികം ഇഷ്ടമാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. അറിയാലോ എന്തുകൊണ്ടാണ്. വീണ്ടും പേജ് ഓഫ് കപ്സ്. Ace of Cups, so sweet. Emperor, High Priestess, the Wheel, okay, the Fool, 4 of Cups. Missing energy ഏറ്റവും കൂടുതൽ കേട്ടോ. കറണ്ട് എനർജിയിൽ അവർ ജോലിയിലാണ് ഇപ്പോൾ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് അവർ ജോലിയിലാണ്, റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയാണ്. അവർ
റെസ്പോൺസിബിളായിട്ട് ജോലി ചെയ്യേണ്ടുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് കേട്ടോ. ഇവര് പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്. കുറച്ച് എന്താ പറയുക, ഇവരുടെ താഴെ ആൾക്കാര് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ ആയിരിക്കും. ഇവർക്ക് കമാൻഡിങ് പവർ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ. അതുമല്ല നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അവിടെ ഒരു വിഷയമല്ല അവർക്ക്. അവരുടെ പദവിയെ പറ്റി ബോധേഡാണെങ്കിലും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക്. കാരണം കിങ് ഓഫ് പെൻഡക്കിൾസ്, 7 ഓഫ് പെൻഡക്കിൾസ്, എംപറർ എല്ലാം തന്നെ റെസ്പോൺസിബിലിറ്റീസിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ അവർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്, നിങ്ങളിത് കാണുന്ന സമയത്ത്. ഓക്കെ, ഇത് സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വളരെ ഉയർന്ന സ്ഥാനത്താണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. അവരാണ് ഈ താഴെ ഇരിക്കുന്ന, മുകളിൽ ഇരിക്കുന്ന നക്ഷത്രം നിങ്ങളാണ്. എൻ്റെ പിക്ചർ കണ്ടില്ലേ? അതുപോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രകാശമുള്ള, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും ലക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ പറയുന്നത് അവർക്ക് വിശ്വസിക്കാം എന്ന് അവർ ചിന്തിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിയാണ്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ലോങ് ടൈം കണക്റ്റഡ് ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് പരസ്പരം അറിയാമായിരിക്കും. 1 കൊല്ലം അങ്ങനെയൊന്നുമല്ല, അതിൽ കൂടുതൽ 3-4 കൊല്ലമായിട്ടൊക്കെ നിങ്ങൾക്ക് പരസ്പരം അറിയായിരിക്കണം എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ മെമ്മറീസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഓർമ്മകളുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, സ്പെൻഡ് ചെയ്ത ചെറിയ തമാശകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ഒന്നിച്ചു ചെയ്ത കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം അവർ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ലൈഫിൽ എത്ര കാലം ഉണ്ടെങ്കിലും അത്രയും കാലം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടോ. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീലർ ആയിരിക്കാം, അതേപോലെ ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്താണ്, ഡോക്ടർ, ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മെഡിക്കൽ റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ് ജോബ്, റിസർച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ഹീലേഴ്സ് ആയിരിക്കാം, ഈവൻ ടാറോ റീഡേഴ്സ് ആയിരിക്കാം, ടാറോ റിലേറ്റഡ് ആയിട്ടുള്ള, ജ്യോതിഷം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ഈവൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, സ്റ്റാർ കാർഡ് വെച്ചിട്ട് ഒരു സെലിബ്രിറ്റി ആയിരിക്കാം. ഓക്കെ, അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം, TV, സീരിയൽ, അതേപോലെ മൂവി ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇവർ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരുമായിരിക്കാം. ഓക്കെ, ആഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന, ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെ, അതായത് കുറച്ചൊരു സ്റ്റാർഡം ഉള്ള വ്യക്തി, കുറച്ച് പേർക്ക് ഇവരെ അറിയാം എന്നുള്ള രീതിയിൽ കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവരുടെ എല്ലാ കഴിവുകളും നിങ്ങൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങളുടെ പേഴ്സൺ. ഇത്രയും ക്ലൂ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. പേജ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു മെസ്സേജോ കോളോ എല്ലാം നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ട് കാണോ നിങ്ങളുടെ പേഴ്സൺ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈവൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ പ്രബലരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ നിന്നും അവർ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജ്, ഒരു അക്നോളജ്മെന്റ് അവർക്ക് കൊടുക്കണം നിങ്ങളെന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ സമയം അവർ വർക്കിൽ തിരക്കിലാണ്, അതിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകളുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് കോൾ ചെയ്യണം എന്നും അവർ ചിന്തിക്കുന്നു. കാരണം 2 സൈഡിലും പേജ് ഓഫ് വാൻഡ്സും പേജ് ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൺലൈൻ എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അതേസമയം നിങ്ങളിൽ നിന്നൊരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ചെയ്യുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. കാരണം എന്ത് ചെയ്യുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ തീർച്ചയായിട്ടും
ഓർക്കുമല്ലോ, നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോഴും എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും എല്ലാം നമ്മൾ നമ്മുടെ വ്യക്തിയെ ഓർക്കും അല്ലേ. അതുപോലെ വളരെ ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നു ഈ നിമിഷം എന്നാണ് കാണുന്നത്. എംപറർ വെച്ചിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് തീർച്ചയായിട്ടും ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിലും കൂടി അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വേറെ എല്ലാം വിട്ട് നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുകയൊന്നും അല്ല, നിങ്ങളെയും ചിന്തിക്കുന്നുണ്ട്. അവരുടെ ജോലി ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, വർക്കിലെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, എന്ത് തന്നെ ആയാലും അവരത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏറ്റവും കൂടുതൽ ടാരോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു ടാരോ റീഡറോ ആയിരിക്കാം. ഓക്കെ. അതേപോലെ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടാരോ റീഡിങ് കാണുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ടാരോ റീഡിങ് കാണുന്നുണ്ട്. അതോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡറെ സമീപിച്ചിരിക്കാം ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു ടാരോ റീഡറെ, നിങ്ങളോ അവരോ ഒരു ടാരോ റീഡറെ സമീപിച്ച്. എനിക്ക് കൂടുതലായും നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു ടാരോ റീഡറാണ് എന്നാണ് എനിക്ക് കണക്റ്റ് ആവുന്നത്. ഓക്കെ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് ടേണിലേക്ക് വരും എന്നുള്ളൊരു റീഡിങ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. അതൊരു പോസിറ്റീവ് റീഡിങ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ ഹാപ്പിയുമാണ് അതിനെക്കുറിച്ച് എന്ന് കാണുന്നു കേട്ടോ. എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം ടേൺ ചെയ്ത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് അവരുമായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിലും ഒരു പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ഒരു ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓൺലൈനിൽ വല്ലതും ലൈക്ക് യൂട്യൂബിൽ വല്ലതും ഒരു ടാരോ റീഡിങ് അവർ കാണുന്നതും ആവാം കേട്ടോ. ഇത് എന്തായാലും അവരും വിശ്വസിക്കുന്നുണ്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് ടേണിലേക്ക് വരും എന്നുള്ളത് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സൈക്കിൾ, ഈ വീല്, ഈ സർക്കിൾസ്, വേൾഡ് കാർഡൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു ഇത് കിട്ടുന്ന വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള ഒരു പാറ്റേണും ആയിരിക്കാം കേട്ടോ. അതായത് നിങ്ങൾ തമ്മിൽ കാണും, ഒരുപാട് ജന്മങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ കാണും, പിരിയും, വീണ്ടും കാണും, പിരിയും, അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് തുടർന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ എന്താ പറയുക, ഈ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്നും കാണും എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല എനിക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ലൈക്ക് ആഴ്ചയിലൊരിക്കൽ, 2 ദിവസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ വന്നു പോയി കണ്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കണ്ടിന്യൂസ് പാറ്റേണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. ഇടയ്ക്ക് വരും, കാണും, പോകും, അങ്ങനെ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എന്താ പറയുക, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, റിസ്കുകളുണ്ട്. ഓക്കെ. അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെ ആയാലും മുന്നോട്ട് വരാം എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കാരണം കുറേ നാളായി എല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നു. ഇനിയും അങ്ങനെ വയ്യ, തുറന്ന് പറയാം, മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. ഇതിനൊരു അവസാനം വേണമല്ലോ അല്ലേ. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പിന്നോട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സഫർ ചെയ്യാണ്. നിങ്ങളും സഫർ ചെയ്യാണ്, അവരും സഫർ ചെയ്യാണ്. ആ സഫറിങ്ങിനൊരു അവസാനം വേണമല്ലോ. അപ്പോൾ എന്ത് തന്നെ ആയാലും രണ്ടും കൽപ്പിച്ച് തുറന്ന് പറയാം. എന്താ വരുന്നതെന്നുള്ളത് നോക്കാം. വരുന്ന സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് ചിന്തിക്കില്ലേ, ആ ഒരു ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ഇവരൊരു പ്രപ്പോസൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ. ഇൻ കേസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ഓൾറെഡി, എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ. 4 ഓഫ് കപ്സ് വെച്ച് അന്യായമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ. വളരെയധികം മിസ്സിങ് എനർജിയാണ്. തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്. എന്ത് ചെയ്യുമ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ. നമ്മുടെ പേഴ്സൺ അടുത്തില്ല, അവരെ കാണണം, എപ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിങ്ങിൽ കൂടിയെല്ലാം അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അറ്റ് പ്രസന്റ് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ പ്ലീസ്.
6 ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. അത് അവരാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് വളരെയധികം സ്നേഹം തന്നെ. 2 കാർഡ് വന്നു കേട്ടോ. ഈ ഡെക്കിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ 2 കാർഡ് വരും. അപ്പോൾ കാർഡ്സ് എടുക്കുമ്പോൾ കുറെ സമയം എടുക്കും. എന്തായാലും 2 നല്ല കാർഡായതുകൊണ്ട് നമുക്കതങ്ങ് എടുക്കാം. 9 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ് രണ്ടും വന്നത്. ഓക്കെ, ഇത് വരണം എന്ന് ഡിവൈനിലുണ്ട്, അതുകൊണ്ടാണ് അത് രണ്ടും തന്നത്. വളരെയധികം സ്നേഹം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സണിന്റെ എക്സ്പ്രഷൻസ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് സംശയം തോന്നും, ഞാൻ ഊഹിച്ചത് ശരിയാണോ അല്ലയോ, സത്യത്തിൽ സ്നേഹം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒക്കെ ഇവർ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഓക്കെ, അവർക്ക് വേറെ എല്ലാം ഉണ്ട്. എല്ലാ ലൈഫിൽ അവർ അങ്ങനെ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും അവർ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് തീർച്ചയായിട്ടും ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ മുഖം, അതായത് ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത മുഖം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അവർക്ക് നിങ്ങളെന്ന് വെച്ചാൽ ഭ്രാന്താണ് കേട്ടോ. നൈറ്റ് ഓഫ് വോൺസ്, ഒരു സ്പീഡി ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സമയമാണിത്. കാരണം അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പറഞ്ഞിട്ടില്ലാത്തവർ വേണമെങ്കിൽ പറഞ്ഞോളൂ. ജസ്റ്റിസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഈക്വൽ ബാലൻസിൽ പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അവർ മാരീഡ് ആണ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെയും അവരതൊരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയില്ല നിങ്ങളുടെ പേഴ്സൺ അവരെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ അങ്ങനെ ഒരു കാർഡ് എനിക്കിവിടെ കിട്ടിയില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് 2 റിലേഷനും പാരലലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ നിങ്ങളും അത്രയും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് കാണാൻ. കാരണം 6 ഓഫ് പെൻഡക്കിൾസും ജസ്റ്റിസും വരുന്നവിടെ ഒരു ഈക്വൽ ബാലൻസ് ആണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഞാൻ ഒരിക്കലും ഇല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അത് ഒരു എന്താണ്, അവരെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കിട്ടിയില്ല. ഓക്കെ, രണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കോളോ മെസ്സേജോ വരാത്തവർക്ക് കോളോ മെസ്സേജോ വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് ഓൾറെഡി വന്ന് കാണും. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പിക്ചറോ എന്തെങ്കിലും അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നോക്കിയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളും ആയിരിക്കാം. കാരണം 3-4 പേജിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അവരുടെ പിക്ചർ എന്തെങ്കിലും നിങ്ങൾ കണ്ടതായിരിക്കാം, തിരിച്ചും ആയിരിക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, 1-2 കാർഡ് കൂടെ നമുക്ക് എടുക്കാം. മൂൺ വളരെയധികം മിസ്സിങ് എനർജിയിലാണ് അവര്. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ആഹാ പേജ് ഓഫ് സോർട്സ്, തീർച്ചയായും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നും വരും. അവർ നിങ്ങളോട് സംസാരിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 4 പേജിന്റെ കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അവരൊരു സംസാരം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് കാണുന്നു. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് അവരുടെ എന്തിലിപ്പം തോട്ട്സിലേക്ക് പോവാം കേട്ടോ. ലാസ്റ്റ് കാർഡ് തരൂ ഡിവൈൻ, നല്ല കാർഡായിട്ട് തരൂ, നല്ല കാർഡ് തരൂ. കറണ്ട് എനർജിയിൽ എന്താണ് അവർ ചെയ്യുന്നത്? എംപ്രസ്, അൾട്ടിമേറ്റ് കാർഡ് അല്ലേ? ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? എംപ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയണ്ടാവില്ലേ? നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അവർ വളരെ ഹൈ ലെവലിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്.
നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവർക്ക് ലൈഫിൽ വേണ്ട. നിങ്ങളില്ലെങ്കിൽ വേറൊരാൾ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ കൊടുത്ത കെയർ, നിങ്ങൾ അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ഒരു ചെറിയൊരു അച്ചീവ്മെൻറ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങളതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും. അതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഭയങ്കര സപ്പോർട്ടീവാണ് നിങ്ങൾ. അപ്പോൾ ഈ സപ്പോർട്ട്, ഈ സ്നേഹം എല്ലാവർക്കും ലൈഫ് ലോങ് വേണം, നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, സോ കറണ്ട് എനർജി സൂപ്പർ ആയിരുന്നില്ലേ? അപ്പം ഇനി നമുക്ക് തോട്ട്സിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് എന്താണ്, ഈ സമയത്തെ ചിന്തകൾ എന്താണ്, അവർ ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള ചിന്തകൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ നിമിഷം അവരെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ നിമിഷം അവരെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ശബ്ദങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, ആദ്യം വീണത് എന്താണ്? 2 of Cups, 2 of Cups, King of Wands, Ace of Cups, എനിക്ക് വയ്യ, 4 of Pentacles, 3 of Cups, Wheel of Fortune, Temperance, very nice, nice cards, Hierophant, Queen of Pentacles, 5 of Cups, Ace of Wands, the World, Knight of Cups. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ. 2 of Cups വെച്ചിട്ട് എന്താണ് അവരുടെ തോട്ട്? റീയൂണിയൻ, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം, നിങ്ങളെ കാണാൻ വരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് എനർജിയിൽ നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഒരു റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നു. നിങ്ങളെ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആയിട്ടും ഒരുപാട് സ്നേഹവും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ റെസ്പെക്റ്റും ആണ്. ഓക്കെ, അതാണ് മെയിനായിട്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ് എല്ലാം കണ്ട് അവർക്ക് വളരെ ബഹുമാനമാണ്. നിങ്ങളുടെ ജോലിയിൽ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റി തന്നെ വളരെ ആകർഷണീയമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്ന തരം ഒരു ക്യാരക്ടർ ആയിരിക്കും, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങളുടെ. അതിൽ ഇവർക്ക് ഒരു റെസ്പെക്റ്റും സന്തോഷവും സ്നേഹവും എല്ലാം തന്നെ തോന്നാറുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. 4 of Pentacles വെച്ച് അവരുടെ സ്നേഹം അവർ ഒരു പക്ഷേ തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അതൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് വോൺസും 2 of Cups ആ ലൈൻ ഒന്നിച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? നിങ്ങളെ കണ്ട് വളരെ സ്നേഹത്തോടെ അവരുടെ ഫീലിങ്സ് ഡിസ്ക്ലോസ് ചെയ്താൽ കൊള്ളാം, നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ കൊള്ളാം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇത് കുറേ നാളായിട്ട് എനിക്കൊരു 3-4 ദിവസമായിട്ട് ഈ ഒരു റീഡിങ് ഇങ്ങനെ വരുന്നു. ഒരുപാട് പേർക്ക് പ്രപ്പോസൽ വരാൻ പോകുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു പ്രപ്പോസൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഒരു അക്സെപ്റ്റൻസ് ഒക്കെ നിങ്ങൾ സമ്മതിക്കണം. അവർ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. 3-4 ദിവസമായിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ട്. ആരോ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്തായാലും കൊള്ളാം, നന്നായി വരട്ടെ അല്ലേ. 3 of Cups വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഒരു ഫ്രണ്ട്സിന്റെ റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, ഒരു മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, ഒരു കല്യാണം, ഒരു പബ്ലിക് പ്ലേസ്, ഒരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാർ ചുറ്റുമുള്ള സമയത്ത് നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നവർ നിങ്ങൾ സംസാരിക്കും, ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. അവിടെ വെച്ച് ഇവർക്കിത് തുറന്നു പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഒരു മീറ്റിംഗ് തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ഈ സമയവും മാറി വരും.
എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഒരു ഗുഡ് ലക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്ന, മെഡിറ്റേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയും കാണുന്നുണ്ട്. അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് കാണുന്നു. ഓക്കെ, ഹെയറോഫന്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ചു വരാറുണ്ട്. ഓക്കെ, മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. കൂടുതലായും പിന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നു എന്ന് കാണുന്നു. സിറ്റുവേഷൻസ് തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും അവരുടെ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നു, വേൾഡ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇടയിൽ ഒരു ബാലൻസിൽ എത്തണമെന്നും ഒരു റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 5 ഓഫ് കപ്സ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് മിസ്സിങ് എനർജി ചിന്തകളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവർ വർക്കിംഗ് ആണ്. ആ ജോലിയിലേക്ക് വേണ്ടുന്ന ആ ഒരു അറ്റൻഷൻ അവർ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് മാത്രം റിലേഷൻഷിപ്പിനെ മാത്രം ചിന്തിച്ച് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നല്ല. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളായാലും ജോലിയിലെ കാര്യങ്ങളായാലും എന്ത് തന്നെയായാലും അവരത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ തമ്മിൽ കാണുന്ന ആ സമയത്തെ പറ്റി അവർ ചിന്തിക്കുന്നു. അത് എത്രയും വേഗം തമ്മിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പലരും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ റിലീജിയസ് ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ടുമുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ത് റിലേഷൻഷിപ്പിലും അതെല്ലാം ചിന്തിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് സോർട്സ് വീണ്ടും നിങ്ങൾക്ക് ഒരു കോൾ മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു കോൾ മെസ്സേജ് വരുന്നതിനെ പറ്റിയിട്ടോ അവർ ചിന്തിക്കുന്നുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, ഇതെന്താണിത്? എല്ലാത്തിലും തോട്ട്സിലും ഹൈ പ്രീസ്റ്റസ് ആണല്ലോ. എന്തോ ഒരു ടാരോ റിലേറ്റഡ് സംഭവം ഇവരുടെ മനസ്സിൽ ഉണ്ട്. ഓക്കെ, വളരെ പ്രബലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ടാരോ റീഡർ ആണെന്ന് തന്നെ കാണാൻ. തൊട്ട് താഴെ ഹെറോഫന്റ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അടുത്ത് ഉപദേശങ്ങൾ ചോദിച്ചിട്ട് ആൾക്കാർ വരണ്ടായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ടാരോ റീഡർ ആണ്, അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് കൂടുതലായിട്ടും കണക്ട് ആവുന്നത് കേട്ടോ. അവരുടെ മനസ്സിൽ ടാരോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു കണ്ട റീഡിങ്ങിനെ പറ്റി അവർ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവരൊരു ടാരോ റീഡർ തന്നെയാണ്. കാരണം അത്രയധികം ടാരോയുടെ ഇൻഫ്ലുവൻസ് ഇവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ, തുടർച്ചയായിട്ട് ടാരോയെ പറ്റി അല്ലെങ്കിൽ ടാരോ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നത് പോലെ കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻറ്റ്യൂഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. അവരുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാറുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇവർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ വേറെ ഒരു കരിയറിന്റെ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ക്വീൻ ഓഫ് പെന്റക്കിൾസ് അവിടെ വന്നിട്ടുണ്ട്. അവരൊരു പുതിയ പ്രോജക്റ്റിനെ പറ്റി ആയിരിക്കാം, ഒരു പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിനെ പറ്റി, ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ അതിനെ പറ്റിയും കൂടി ചിന്തിക്കുന്നതായിരിക്കാം. അതുമായിരിക്കാം, കാരണം പെന്റക്കിൾസിന്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ വല്ലാതെ ഇമോഷണൽ ആയിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് വല്ലാതെ മിസ് ചെയ്യും, ഇടയ്ക്ക് കരച്ചിൽ വരും. അങ്ങനെയൊക്കെ അവർ ഫീൽ ചെയ്യുന്നതായിട്ട്, കുറച്ച് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, മിസ്സിങ് എനർജി ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ, അവരങ്ങനെയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇത്രയും ഡിസ്റ്റർബ്ഡ് ആവുന്നത്, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവരുത്
എന്ന് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചില സമയത്ത് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വളരെ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരും. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ആദ്യം ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാനായിരിക്കും. നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു സ്മൈലിന് കാരണമാകുന്നു ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇനി ഒരു കാർഡ് കൂടി മതിയോ തോട്ട്സിൽ? ഒരു കാർഡ് കൂടി മതി. പേജ് ഓഫ് കപ്സ്, വീണ്ടും പേജ്. നമുക്ക് കറണ്ട് എനർജിയിലും പേജിന്റെ ഒരുപാട് കാർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ തോട്ട്സിലും പേജാണ്. നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരു കോൾ, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു കോൾ, ഒരു മെസ്സേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നു വളരെ കാര്യമായിട്ട് എന്ന് തന്നെ കാണുന്നു. നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരെ വിഷമിപ്പിക്കണ്ട, അല്ലേ? അങ്ങോട്ടൊരു കോളോ മെസ്സേജ് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെയും കാണുന്നു കേട്ടോ. എന്തായാലും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഇവരെ നിങ്ങളുടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ എന്താണ്, ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ, മറക്കരുത്. കമൻറ്റും കൂടെ ചെയ്യണേ എനിക്ക്, എന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നു എന്നും എനിക്ക് പറയുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, ചിലപ്പോൾ ഒന്നോ രണ്ടോ, ദയവേത് കോള് ചെയ്യാതിരിക്കുക. കോള് ഞാൻ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചിലപ്പോൾ വേറൊരു റീഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വീഡിയോ റെക്കോർഡിംഗ് എല്ലാം ഈ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് റീഡിങ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എൻഗേജ്ഡ് ആക്കി വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് തുടർച്ചയായിട്ട് കോൾസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കോൾസ് എടുക്കാത്തത്. ദയവായി വാട്സാപ്പ് ചെയ്യുക. ഞാൻ എത്ര ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും കേട്ടോ. തിരക്കിൽ പെട്ടുപോയാലും ഞാൻ തീർച്ചയായും സെയിം ഡേയിൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, അധികം വൈകാതെ ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട് റീഡിങ് കേട്ടോ. അപ്പോൾ ദയവായിട്ട് വീണ്ടും വീണ്ടും കോൾ ചെയ്യാതിരിക്കുക. മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ വേറെന്താണ്, വേറൊന്നുമില്ല. ഇപ്പോൾ പുതിയൊരു റീഡിങ് ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.